സോമു, നമുക്ക് എന്തായാലും നേരെ ജഡ്ജസിന് ചോദിക്കാം സോമുവിന്റെ റൗണ്ടിലെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു. ശങ്കരേട്ടൻ? സോമു, അത് ടോട്ടൽ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നാട്ടരാഗത്തിൻ്റെ ആഴങ്ങൾ ഒന്നും തന്നെ സ്പർശിച്ചിട്ടേ ഇല്ല. ഒരു രാഗം എടുക്കുമ്പോൾ നമ്മളൊരു 3 minutes എങ്കിലും എൻ്റെ രാഗഭാവങ്ങൾ കാണിക്കണ്ടേ? ഒന്നും തന്നെ സ്പർശിച്ചില്ല. വെറുതെ ഒരു അരമിനിറ്റ് എന്തോ ഒന്ന് പാടി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കാതലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സംഗതികളൊന്നും തന്നെ വന്നില്ല. അത് നിരുത്സാഹപ്പെടുത്തിയതല്ല, ഒരു ഫാക്റ്റാണത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും ഒരു കീർത്തനം വലിയ കുഴപ്പമില്ലാണ്ട് പാടി. പക്ഷേ തൊണ്ടയിൽ ആ പല്ലവി പാടി നിർത്തിയപ്പോൾ മനസ സ്മരാമി എന്ന് പാടിക്കഴിഞ്ഞ് നിർത്തിയപ്പോൾ, പല്ലവിയിൽ ആദ്യം പാടിക്കഴിഞ്ഞ് നിർത്തിയപ്പോൾ ഒരു തൊണ്ടയിലൊരു കരകരപ്പ് കേട്ട് ഞാൻ ഇയർഫോണിൽ കൂടെ വളരെ വ്യക്തമായിട്ട് കേട്ടു. അതൊരു ക്ലാസിക്കൽ, അതൊരു വലിയൊരു വിഷയമല്ല, എന്നാൽ പോലും അങ്ങനെ വരാൻ പാടില്ല. പിന്നെ എൻഡിൽ ആ താളം മുഴുവൻ തെറ്റി. അത് ആദ്യ താളാണോ പിന്നെ ഏകതാളാണോ ഒന്നും ഒരു വ്യക്തമായ ഒരു അല്ല. അത് സോംദാസ് എൻഡിൽ പാടിയപ്പോൾ തന്നെ കുറച്ചു നേരം നിർത്തുകയും ചെയ്തല്ലോ. എന്താ വേണ്ട അടുത്ത അങ്ങനെ തപ്പൽ പോലെ വന്നില്ലേ? അത് ഒരിക്കലും വരാൻ പാടില്ല. സ്വരം മുഴുവൻ കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഇതായിപ്പോയി, മുഴുവൻ തെറ്റിച്ചു. അത് നമ്മളൊരു ഫാക്റ്റായിട്ട് ഇങ്ങനെ എടുക്കണം. പിന്നെ താളം ഒരു പഞ്ചിങ് വന്നില്ല. ടെമ്പോ, ഒരു കീർത്തനം ഒന്നും ഒരു ടെമ്പോയിലേക്ക് വന്നില്ല. പഞ്ചിങ്ങേ ഉണ്ടായിരുന്നില്ല. ഒരു ടോട്ടൽ ഒരു ഇൻകോമ്പറ്റൻസി എല്ലായിടത്തും നിങ്ങൾ തുടക്കം പോലെ കാണിച്ചു. ഒരു കോമ്പറ്റീറ്റീവായിട്ടേ പാടിയിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് വളരെ നിരാശയാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഇനി ഇമ്പ്രൂവ് ചെയ്യണം. ഇതുകൊണ്ട് നിങ്ങൾ നിർത്തരുത്. തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് പഠിക്കാനായിട്ട്, ആഴത്തിൽ ആരെങ്കിലും നല്ലൊരാളുടെ അടുത്ത് പഠിക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. എൻ്റെ പരിമിതമായ അറിവിൽ വെച്ച് ഞാൻ പറയുകയാണ്. എന്നോട് ദേഷ്യം തോന്നരുത്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി ഫ്യൂച്ചറിൽ നല്ല ഒരു ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദീദി? സോറി, എല്ലാവർക്കും ഡിസപ്പോയിൻമെന്റ്, എനിക്കും ഡിസപ്പോയിൻമെന്റ്. താങ്ക് യു ദീദി. ചേട്ടാ? ഞങ്ങളെല്ലാം ഇങ്ങനെ എങ്ങനെ സോമു ഈ ഒരു കടമ്പ കടന്ന് കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉദ്ദേശയിൽ നിന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നു. സോമു സാധാരണ വളരെ സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു വരുന്ന ഒരാളാണ്. എന്ത് സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നു. പഠിക്കാൻ സമയം കിട്ടിയില്ലേ? ഇതിൻ്റെ ബൈ ഹാർട്ടാണെന്നുള്ള എല്ലാം മനസ്സിലായി. തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യമായിട്ട് പഠിച്ചിരിക്കുകയാണ്. പക്ഷെ അത് തന്നെ ഈ സ്വരം ഇടയ്ക്ക് മറന്നുപോയല്ലേ ബൈ ഹാർട്ടായി പഠിച്ച്. ഒരു കാലം തന്നെ പാടാൻ പറ്റിയില്ല. നിലവിൽ എവിടെ പോയി? നിലവിൽ പഠിച്ചിരുന്നില്ലേ? നിലവിലെന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായി സോമന്? അല്ല, ഇതില് അത് ഇല്ലെന്ന് സാർ പറഞ്ഞായിരുന്നു, പഠിപ്പിച്ച സാറേ. ഇതില് അത് പാടണ്ട, അല്ല അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാടണ്ടെന്നല്ല, അല്ല പാടണ്ടെന്നല്ല, അങ്ങനെ പാടാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല സോമു, നമ്മളൊരു കോമ്പറ്റീഷൻ ഇപ്പൊ മറ്റുള്ള കുട്ടികളൊക്കെ പാടുന്ന കേട്ടില്ലേ? അവരൊരു പാട്ട്, ഒരു കോമ്പറ്റീഷൻ, ഒരു കീർത്തനം എടുത്തു വന്നാൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്പർശിക്കണ്ടേ? രാഗം വേണം, കീർത്തനം വേണം, അതിന്റെ നിലവില് വേണം. നമ്മൾ രാഗാലാപനം ചെയ്യുന്ന പോലെ തന്നെ ഒരു വരിയെടുത്ത് അതിന്റെ സാഹിത്യത്തോടു കൂടി അത് പല രീതിയിൽ പാടുന്നതാണ് നിലവിലെന്ന് പറയുന്നത്. മനസ്സിലായോ? സ്വരം തന്നെ ഒരു കാലത്തിലും മധ്യമകാലത്തിലും പാടുന്നു. അതിനകത്ത് കണക്കുണ്ട്. ഇതൊന്നും വന്നില്ലല്ലോ സോമു. നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യും ഇത്? ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും സോമനെടുത്തത് എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, പഠിക്കണം എന്നുള്ള കാര്യം. ഇപ്പൊ വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ ആരും പഠിച്ചു തുടങ്ങുന്ന ഒരാൾ ആദ്യം ഒരിക്കലും കച്ചേരി പാടി തുടങ്ങാൻ പറ്റൂല. ആ ഒരു ഭാഗ്യം എന്തായാലും സോമന് കിട്ടി. ഇത്രയും വലിയ നല്ല ഇവരൊക്കെ എന്ത് പ്രൊഫഷണൽ ആയിട്ട് വലിയ വലിയ ആൾക്കാർക്ക് പ്ലേ ചെയ്യുന്നവരല്ലേ, അവരുടെ കൂടെ പാടി തുടങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല. അപ്പൊ ഇതൊരു തുടക്കം മാത്രമായിട്ട് സോമു എടുക്കണം. അപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു ചേട്ടാ.